ചെറിയ ചെറിയ ഭാഗത്ത് ഉള്ള ജോയിൻറ്റിങ് അവിടെ നമുക്ക് കാണാം. കുറച്ച് ഭാഗത്ത് ജോയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷമുള്ള അവിടുത്തെ വേസ്റ്റുകൾ മാറ്റിയിട്ടത് കാണാം. അതിൻ്റെ മുകളിലൂടെയൊക്കെ വണ്ടി വരുന്നത് കാണാം. നമുക്ക് ആ ഭാഗത്തൂടെയാണ് ഇനി നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുള്ളത്. ആ ഭാഗത്താണ് കുറച്ച് വാഹനങ്ങൾക്കൊക്കെ പോകാനുള്ളൊരു വഴി ഒരുക്കിയിട്ടുള്ളത്. വിചാരിക്കുമ്പോൾ വളരെ ഈസി അല്ല, വളരെ കുറച്ച് മാത്രമാണ് ഇവർക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നത്. ആ ഭാഗത്തേക്ക് ഒരു തോടും ഉണ്ട്, ഇതിൻ്റെ സൈഡിലൂടെ കാണാം നമുക്ക്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലാണ്. കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമുക്ക് കാണാം കോട്ടക്കൽ ബൈപ്പാസിൽ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. കുറേ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ വണ്ടി വരുന്നത് കാണാം. രണ്ട് സൈഡിലും ടാറിങ് കഴിഞ്ഞിട്ട് ഇനി സെൻറ്റർ ഭാഗത്താണ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടക്കേണ്ടതുള്ളത്. ഇവിടെ നമുക്ക് കാണാം, സാധാരണ ഇങ്ങനെയുള്ള ടാറിങ് കഴിയുന്നതിന് മുന്നേ ഇവിടെ നമ്മുടെ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാറുണ്ട്. കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടില്ല ഇവിടെ, എന്തുകൊണ്ടറിയില്ല. ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കെട്ടുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ടാറിങ് കഴിഞ്ഞ്, ഫസ്റ്റ് കോട്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. കോയിച്ചന ഭാഗത്തും വർക്കുകൾ ഏകദേശം പകുതിയോളമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ വേഗത്തിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ കോയിച്ചന ഭാഗത്തു നിന്ന് വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് ഇവിടെ കടത്തിവിടാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഹൈവേ ബൈപ്പാസിലൂടെ കടത്തിവിടാനാണ് തോന്നുന്നത്. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി കുറച്ച് മുൻഭാഗത്ത് മാത്രമാണ് നമുക്ക് കുറച്ച് വർക്കുകൾ നടക്കേണ്ടതുള്ളത്. അതുപോലെ കോയിച്ചന ഭാഗത്ത് കുറച്ച് ഭാഗത്ത്. അപ്പോൾ നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം. വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് കോട്ടക്കൽ ഭാഗത്ത് തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത്. ഇവിടെ പാടത്തിലൂടെ കടന്നു പോകുന്ന കോട്ടക്കൽ ബൈപ്പാസിൽ ഇപ്പോൾ വർക്കുകൾ പകുതിയോളമായിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് നടക്കാനുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഈ പാലം കടന്നു വരുന്ന ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇവിടെ കാണാം. മെറ്റൽ മിക്സൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചത് കാണാം. ഈ ഭാഗത്ത് ഒരു സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. മുന്നിൽ നമുക്ക് കാണാം, ആ ഭാഗത്താണ് വയഡക്റ്റ് വരുന്നത്. വയഡക്റ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇപ്പോൾ ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. അതിൻ്റെ മുൻഭാഗത്താണ് ഇനി കുറച്ച് റിസ്ക്കിയായ വർക്കുകളുള്ളത്. അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാം നമുക്ക്. ഇതാണ് ഈ സൈഡിലുള്ള ഒരു ചെറിയൊരു പാലം. ഇവിടെ കാണാം, തോടിൻ്റെ കുറുകെ വരുന്ന ഒരു പാലാണ്. ഈ പാലത്തിൻ്റെ അടിയിലൂടെ ഒരു നടപ്പാതയൊക്കെ ഉണ്ട്, കാണാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഗത്തുള്ള ക്രാഷ് ബാരിയർ ഇല്ല, അതുപോലെ കോൺക്രീറ്റ് വാളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തുകൊണ്ടും അറിയില്ല. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആകേണ്ടതിന് മുന്നേ തന്നെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവർ. ഇവിടെ കാണാം നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു മണ്ണെടുത്ത ഒരു കുഴി, അതിൽ വെള്ളം ഉണ്ട്. പാടമായതുകൊണ്ട് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പൊങ്ങി നിൽക്കുന്നുള്ള കമ്പികളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയത് കാണാം നമുക്ക്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി കോൺക്രീറ്റ് വാൾ കെട്ടാനുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗത്ത് കമ്പിയൊക്കെ പൊങ്ങി നിൽക്കുന്നത് കാണാം. അതിന് വേണ്ടിയുള്ള മണ്ണുകളൊക്കെ ലെവൽ ചെയ്ത് കാണാം. ഇപ്പുറത്ത് ലെവൽ ചെയ്ത് റോഡ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ശേഷം ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടുക. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കേണ്ടതുള്ളത്. സൈഡ് ഭാഗത്ത് ഒരു ചെറിയ ഒരു സർവീസ് റോഡ് പോലെ ഒരു റോഡ് കാണാം നമുക്ക്. ഇതാണ് ഇവിടെ താഴ്ഭാഗത്ത് വെള്ളമൊക്കെ എടുത്തിന്ന് ഇതിന് കുറച്ച് മുന്നേക്ക ഈ തോടിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് വെള്ളമൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് പാടം ഭാഗമായതുകൊണ്ട് മണ്ണെടുത്തതുകൊണ്ട് വെള്ളമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ വയഡക്റ്റിൻ്റെ അങ്ങോട്ടാണ് പോകാനുള്ളത്. വയഡക്റ്റിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം.
നമ്മൾ വയഡക്റ്റിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. വയഡക്റ്റിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ. കുറേ പേര് വാഹനങ്ങളൊക്കെ ഓടിച്ച് പോകുന്നുണ്ട്. വർക്ക് കഴിഞ്ഞതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലേക്കായിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് ജോയിൻറ്റിങ് ഇങ്ങനെയുള്ള വർക്കുകളാണ് ഇവിടെ നടക്കേണ്ടതുള്ളത്. ചെറിയ ചെറിയ ഭാഗത്ത് ഉള്ള ജോയിൻറ്റിങ് അവിടെ നമുക്ക് കാണാം. കുറച്ച് ഭാഗത്ത് ജോയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷമുള്ള അവിടുത്തെ വേസ്റ്റുകൾ മാറ്റിയിട്ടത് കാണാം. ഇവിടെയും കുറച്ച് ഭാഗത്ത് ജോയിൻറ്റിങ് ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളാണ് ഇനിയും നടക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നുണ്ട്. അവർ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. ഇവിടെ ഒരു സർവീസ് റോഡ് വരുന്നുണ്ട്. ഇതാണ് സർവീസ് റോഡ്. ഇതിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു തോടും ഉണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ കാണാം നമുക്ക്. നമ്മൾ വയഡക്റ്റിൻ്റെ മുകളിലൂടെ കുറേ ദൂരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ കോൺക്രീറ്റ് വാള് കാണാം. വലിയ കോൺക്രീറ്റ് വാള് കൊണ്ട് മതിൽ കെട്ടി കാണാം. അതിൻ്റെ സൈഡിൽ സർവീസ് റോഡുണ്ട്. ആ ഭാഗത്ത് ഒരു ഉയർന്ന ഒരു പ്രദേശമാണ്. ആ ഭാഗത്ത് പോകുന്ന ഒരു സർവീസ് റോഡൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയും ടാറിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ. ഒരു സൈഡിൽ ഈ ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് വയഡക്റ്റ് ഇല്ല കേട്ടോ. ഈ ഭാഗത്ത് വയഡക്റ്റ് അല്ല, ഇവിടെ സാധാ റോഡാണ് ഇത്. ഇവിടുന്ന് അങ്ങോട്ട് താഴ് ഭാഗത്തൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ്. ഇവിടെ ഈ കുന്നിടിച്ചുകൊണ്ട് ഉള്ള ഒരു രീതിയിലാണ്. ഇവിടുന്ന് ഈ സൈഡിൽ മാത്രമാണ് വയഡക്റ്റ് പാലം വരുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു മിക്സായ രീതിയിലാണ് ഇവർ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കടന്ന് വന്നപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് വേറെ ഏതോ ഭാഗത്തു കൂടെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. കോട്ടക്കൽ ഭാഗമാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. കോട്ടക്കൽ ഭാഗത്ത് ഇത്രയും വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതാണ് ജോയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ബെൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കമ്പിയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതാണ് ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കുന്നത്. നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. അവിടെയാണ് കൂടുതൽ വർക്ക് നടക്കുന്നത്. സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മണ്ണിടിക്കുന്ന വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ മുൻഭാഗത്ത് നടക്കുന്നുണ്ട്. പോയി നോക്കാം. മുൻഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച കണ്ടില്ലേ, ഇവിടെ ജോയിൻ്റ് ആക്കിയിട്ട് തേപ്പ് നടക്കുന്നുണ്ട്. ഈ ക്രാഷ് ബാരിയറുകളൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അവിടെ ഒരു ഭാഗത്ത് സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ നടക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കാണാം കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാള് പകുതിയാക്കി വെച്ചത് കാണാം. ഇനി അതിൻ്റെ ബാക്കിയൊക്കെ കോൺക്രീറ്റ് വാള് നടക്കേണ്ടതുണ്ട്. കുറച്ച് ഭാഗത്ത് അങ്ങോട്ട് പോകുമ്പോൾ മുൻഭാഗത്താണ് വലിയ പാറ ഉള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാറയാണ്. അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നത്. അത് പൊട്ടിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. വളരെ സ്ട്രോങ് ആയതും
വളരെ കൂടുതലും ഭാഗത്തും പാറയുണ്ട്. അത് ആണ് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കോയിച്ചന ഭാഗത്തും ഇതുപോലുള്ള കുറച്ച് ഭാഗത്ത് സ്ട്രോങ് ആയ പാറകളുണ്ട്. അവിടെയാണ് ഇവരെ വർക്ക് കുറച്ച് സ്ലോ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. ഇവിടെ നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊക്കുന്നതിൻ്റെ ഒരു വർക്കാണ് ഇവിടെ കാണാം. ആ ഭാഗത്ത് എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. ഹോളിട്ട് കൊടുത്തതിൻ്റെ ശേഷം ആ ഭാഗത്തേക്ക് കമ്പി JCB ഉപയോഗിച്ചാണ് തള്ളി കൊടുക്കണത്. അതാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇനി സിമൻറ്റ് സ്പ്രേ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഭാഗത്തൊക്കെ നല്ല സ്ട്രോങ് ആയ പാറയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇവരെ വിചാരിക്കുന്ന പോലെ ഒന്നും വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് സ്ലോ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ അവർ പെട്ടെന്ന് വർക്ക് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇനി കോട്ടക്കൽ ബൈപ്പാസിൽ കുറച്ച് വർക്ക് നടക്കേണ്ട ഒരു ഭാഗം. ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഹോളിടൽ. അങ്ങനെ ഹോളിട്ടതിൻ്റെ ശേഷം അതിലേക്ക് കമ്പി തിരികെ കയറ്റുന്ന ഒരു വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതിൻ്റെ മുകളിലൂടെയൊക്കെ വണ്ടി വരുന്നത് കാണാം നമുക്ക്. ആ ഭാഗത്തൂടെയാണ് ഇനി നമുക്കും അങ്ങോട്ട് പോകേണ്ടതുള്ളത്. ആ ഭാഗത്താണ് കുറച്ച് വാഹനങ്ങൾക്കൊക്കെ പോകാനുള്ളൊരു വഴി ഒരുക്കിയിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തുള്ള ഈ റിസ്കി ആയ വർക്കുകൾ മാത്രമാണ് ഇവിടെ നടക്കാനുള്ളൂ. ഇവിടെ വളരെ സ്ട്രോങ് ആയ ഒരു പാറയാണ്. അത് പൊട്ടിച്ചെടുക്കുന്നൊരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. വിചാരിക്കുമ്പോൾ വളരെ ഈസി അല്ല. വളരെ കുറച്ച് മാത്രമാണ് ഇവർക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നത്. ഇത്രയും ടെമ്പറായ പാറയാണ്. മെഷീൻ ഉപയോഗിച്ച് പൊട്ടിച്ചിട്ടും വളരെ കുറച്ച് മാത്രമാണ് ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നത്. ഈ ഭാഗത്ത് ഈ രണ്ട് ഭാഗത്ത് പറഞ്ഞാൽ കോയിച്ചന ഭാഗത്തും ഈ ഭാഗത്തുമാണ് വളരെ സ്ട്രോങ് ആയ പാറ ഉള്ളത്. ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എടരിക്കോട് ഭാഗത്തുനിന്ന് കോയിച്ചന ഭാഗത്തു നിന്നൊക്കെ വാഹനങ്ങൾ ചെനക്കൽ ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഇവിടെയുള്ള വർക്ക് കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം പാറിൻ്റെ മുകളിൽ ഹോളൊക്കെ ചെയ്തിട്ട് ഇത് പൊട്ടിക്കാനുള്ള ഓരോ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ കാണാം. ഇത് ഡ്രെയിനേജിൻ്റെ ഭാഗമായതുകൊണ്ട് ഇങ്ങനെ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് ഇവർ ചെയ്യുന്നത്. അതാണ് ഇത്ര റിസ്ക്കിയായി അവർ അവിടെ അങ്ങനെ ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഡ്രെയിനേജ് വരുന്നതാണ്. ഡ്രെയിനേജിൻ്റെ ഭാഗത്തായതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുന്നത്. അല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്ത് കാണാം നമുക്ക്. താഴ്ചയിലൂടെയാണ് കോട്ടക്കൽ ബൈപ്പാസ് കടന്നു പോകുന്നത്. വളരെ ഹൈറ്റുണ്ട്. ഇവിടെ നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. ഇവിടുന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നല്ല ഹൈറ്റുണ്ട്. അപ്പോൾ ഇതാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്. നമുക്ക് ബാക്കി കാഴ്ചകൾ മുന്നോട്ട് പോയി നോക്കാം. ചെനക്കൽ ഭാഗത്ത് എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത് നോക്കാം. ഇവിടെ വരുന്ന ഒരു ഓവർപാസിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൈഡിൽ കാണാം കോൺക്രീറ്റ് വാള് പൊട്ടിച്ചാടിയ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളൊക്കെ കൊടുത്തിട്ട് ഈ സൈഡിൽ നല്ല രീതിയിൽ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് എല്ലായിടത്തും നമുക്ക് കാണാം കമ്പികൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡ്രില്ല് ഉപയോഗിച്ചാണ് ഇപ്പോൾ അവിടെ ആ പാറ പൊട്ടിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രില്ലാണ്. നല്ല വണ്ണൊക്കെ ഉള്ള ഒരു റാഡ് ഇതായിട്ടാണ് ഉപയോഗിച്ചാണ് അവിടെ വർക്ക് നടക്കുന്നത്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാണാം നമുക്കൊരു ബോർഡ്, മലപ്പുറം കോട്ടക്കൽ കോഴിക്കോട് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. വെയിലുണ്ടായതുകൊണ്ട് ക്ലിയറായിട്ട് കാണുമെന്ന് തോന്നുന്നില്ല. ഇതാണ് ബൈപ്പാസിൽ പുതുതായിട്ട് വേറെ ഒരു കാഴ്ച വന്നിട്ടുള്ളത്. ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഫുട്പാത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ആ ഭാഗത്തും ഫുട്പാത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കുറച്ച് മുന്നിലാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. ആ ഭാഗത്ത് ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെനക്കൽ ഭാഗം. ചെനക്കൽ ഭാഗത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ പുതിയൊരു വീഡിയോയിൽ കാണിക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.